ഖുർആൻ കേട്ടാൽ മനസ്സ് മാറണം. ഉമറിന്റെ മനസ്സ് മാറി. നമുക്കറിയാം, അള്ളാന്റെ റസൂലിനെ കൊല്ലാൻ ഊരി പിടിച്ച വാളുമായിട്ട് പോവുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വെളിച്ചം ഊതിക്കെടുത്താൻ ഊരി പിടിച്ച വാളുമായി പായുകയാണ്. പായുന്ന സമയത്താണ് വെടിയിൽ വെച്ചൊരാളെ കാണുക. എവിടോട്ടാണ് ഉമറേ? ചെകുത്താന്റെ കണ്ണുകളുമായി ഉമറൊന്നും മുസ്ലിമായിട്ടില്ല. കുതിരപ്പുറത്ത് പായുകയാണ്. മിന്നൽ പിണര് പോലെ വാള് കയ്യിൽ കിടന്ന് തിളങ്ങുകയാണ്. എവിടേക്കാണ് ഉമറേ? ഞാനിന്ന് മുഹമ്മദിന്റെ തലയെടുക്കാൻ പോവുകയാണ്. മുഹമ്മദിനെ കൊന്നിട്ട് ഞാൻ തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് ഊരിപ്പിടിച്ച വാളുമായി പായുകയാണ്. അയാള് പറഞ്ഞു, ഉമറിന്റെ മുഹമ്മദിന്റെ തല കൊയ്യുന്നതിന് മുമ്പ് നിന്റെ സഹോദരി ഫാത്തിമ മുസ്ലിമായിട്ടുണ്ട്, അതുകൊണ്ട് നിന്റെ സഹോദരിയുടെ തലയാദ്യം കൊയ്യെടുക്കുക. ഉമറിന്റെ മനസ്സ് വിറച്ചു, ഉമറിന്റെ ചുണ്ടുകൾ വിറച്ചു. എന്റെ സഹോദരി നമ്മുടെ മതത്തെ തള്ളി പറഞ്ഞു മുഹമ്മദിന്റെ മതത്തിലോട്ട് കടന്നുപോയോ? ബഹുമാനപ്പെട്ട അള്ളാന്റെ റസൂലിന്റെ അടുക്കലോട്ട് വന്ന ഉമർ കുതിരയെ തിരിച്ചു. നേരെ പോവുകയാണ് സഹോദരി ഫാത്തിമയുടെ വീട്ട്. അള്ളാന്റെ വെളിച്ചം ഊതിക്കെടുത്താനുള്ള ദിടപ്പതിനെയും പിടിച്ച് ഊരിപ്പിടിച്ച വാളുമായി കടന്നു ചെന്ന ഉമർ പ്രിയപ്പെട്ട സഹോദരിയുടെ വീടിന് മുമ്പിലെത്തി. പെട്ടെന്നതാ കുടിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. സഹോദരി ഫാത്തിമ ഖുർആൻ ഓതുകയാണ്. സഹോദരി ഫാത്തിമ ഖുർആൻ ഓതുകയാണ്. അറിയാതെ ഉമറിന്റെ ചെവികളിലേക്ക് ആ നാദം വന്ന് പതിച്ചുപോയി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതസ്കാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ. കാട്ടാളന്റെ ശ്രവണേന്ദ്രിയങ്ങളിലേക്ക് എങ്ങനെയോ ഖുർആന്റെ ആയത്ത് വന്ന് കേട്ടു. ത്വാഹാ ത്വാഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതസ്കാ. ഈ നാദം കേൾക്കേണ്ട താമസം ചവിട്ടിപ്പൊളിച്ച വാതിലിന്റെ മുമ്പിൽ ഉമർ ഇതികർത്തവ്യാമൂടനെ പോലെ നിന്നു. തന്റെ സഹോദരന്റെ പൈശാചിക ഭാവം കണ്ട ഫാത്തിമ പേടിച്ചു വിറച്ചു. കയ്യിലിരിക്കുന്ന ഖുർആൻ അടച്ചു. ഉമർ ചോദിച്ചു, ഫാത്തിമ നീ എന്താണോ ഓതിയത്? ഞാൻ ഖുർആനാണ് പാരായണം ചെയ്തത്. കാട്ടറബി ചോദിക്കുകയാണ്, ഫാത്തിമ ഒന്നുകൂടി ഒന്ന് പാരായണം ചെയ്യുമ്പോ? കൊല്ലാൻ വന്നവൻ ചോദിക്കുന്നു, ഒന്നുകൂടി ഞാനതൊന്ന് കേട്ടുകൊള്ളട്ടെയോ? ഫാത്തിമ അതൊന്നുകൂടി ഒന്ന് പാരായണം ചെയ്യുമോ? ഫാത്തിമ പറഞ്ഞു, ഇല്ല ഉമറേ, നീ അശുദ്ധിയാണ്, നിനക്ക് ശുദ്ധിയില്ല. ഇത് ശുദ്ധിയില്ലാത്തവന് കേൾക്കാനുള്ളതല്ല. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ. ശുദ്ധിയില്ലാത്തവന് ഇത് കേൾക്കാൻ പാടില്ല. ഉമർ കൊച്ചുകുട്ടിയെ പോലെ പോയി വദു ചെയ്തു. ഉമർ ശരീരം കഴുകി വൃത്തിയാക്കി ഒരു പൂച്ചക്കുട്ടിയെ പോലെ തന്റെ സഹോദരിയുടെ മുമ്പിൽ ചമ്രം പടിഞ്ഞിരുന്നു. കാതുകൾ കുറിപ്പിച്ചു. ചരിത്രം പിറക്കാൻ പോവുകയാണ്. പുതുയുഗത്തിന്റെ ചന്ദ്രോദയം കാണുകയാണ്. ഉമർ പറഞ്ഞു, ഫാത്തിമ ഒന്നുകൂടി ഓതുമോ? ഫാത്തിമ ഓതാൻ തുടങ്ങി. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി വഅഖിമിസ് സ്വലാത ലിദിക്രി. ഇന്നനി അനല്ലാഹ്, ഞാൻ അല്ലാഹുവാണ്, ഞാൻ അല്ലാഹുവാണ്. ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ മറ്റൊരു ഇലാഹില്ല. ഫഅ്ബുദ്നി, എന്നെ നീ ആരാധിക്കണേ, എന്നെ നീ ആരാധിക്കണേ. ഖുർആനിന്റെ മാസ്മരിക സൗന്ദര്യം, മാസ്മരിക വശ്യത പോലെ കാട്ടറവയുടെ കാട്ടാളന്റെ മനസ്സിലേക്ക് അത് പെയ്തിറങ്ങി. ഉമറിന്റെ ശരീരം വിയർക്കാൻ തുടങ്ങി. ആളുകൾ പേര് കേട്ടാൽ വിറക്കുന്ന മനുഷ്യന്റെ ശരീരം സ്വയം വിറക്കാൻ തുടങ്ങി. കണ്ണുകൾ മീടിയടയാൻ തുടങ്ങി. ഉമർ ചോദിച്ചു, ഫാത്തിമ റസൂലുള്ള എവിടെയുണ്ട്? റസൂലുള്ള ദാറുൽ അർഖമിലുണ്ട്. ഊരിപ്പിടിച്ച വാളുമായി കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഉമർ കുതിരപ്പുറത്ത് കയറി. നേരെ ദാറുൽ അർഖമിന്റെ വീട്ടിൽ പോയി വാതിലിൽ മുട്ടി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആരാണെന്ന് നോക്കുക. ബിലാൽ റളിയല്ലാഹു അൻഹു വന്ന് വാതിലിന്റെ ഇടയിലൂടെ നോക്കുമ്പോ ഈത്തപ്പന മരത്തിന്റെ ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ ഓലക്കാതിലിന്റെ ഇടയിലൂടെ ബിലാൽ നോക്കി. ഞെട്ടിത്തരിച്ചുകൊണ്ട് പറഞ്ഞു, നബിയേ, ഉമറാണ് നബിയേ. കത്തിക്കാളെന്ന പിശാചിന്റെ കണ്ണുകൾ, കയ്യിൽ ഊരിപ്പിടിച്ച വാള്, ശരീരം വയർപ്പിൽ മുങ്ങിക്കുളിച്ച് വാതിലിന്റെ മുമ്പിൽ ഒരു അതികായനെ പോലെ ഉമർ നിൽക്കുകയാണ്. നബിയെ, ഉമറാണ് നബിയെ. പേടിച്ചു പോയി കൂടെ ഇരുന്നവർ.
കാട്ടാളൻ ഉമർ വരുന്നുവോ അള്ളാന്റെ റസൂലിന്റെ തലയെടുക്കുവാൻ ഹംസ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റു. വാതിലിന്റെ മുമ്പിൽ വന്ന് മറഞ്ഞു നിന്നു. എന്നെ കൊന്നിട്ടല്ലാടെ ഉമർ അള്ളാന്റെ റസൂലിന്റെ ശരീരത്ത് തൊടില്ല. ഊരിപ്പിടിച്ച വാളുമായി ഹംസ നിന്നു. അള്ളാന്റെ റസൂല് പറഞ്ഞു, മാറ് ഹംസ, മാറ് ഹംസ, ഹംസ മാറ് ഹംസ. ഹംസ മാറിയില്ല. അള്ളാന്റെ റസൂല് വന്നിട്ട് വാതിൽ കൊളുത്തെടുക്കാൻ പോവുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു കാലത്ത് ഈ സംഭവം പറയുകയാണ്. ഉമറിന്റെ വരവ് കണ്ടപ്പോഴേ ഞങ്ങൾ ഭയന്നു പോയി. ഉമർ റസൂലുള്ളാഹിനെ തൊട്ടാൽ പ്രതിരോധിക്കാൻ ആയുധമില്ല. ഞാൻ നോക്കിയെറിയാൻ ഒരു കല്ല് പോലും കയ്യിലില്ല. നോക്കിയപ്പോഴാണ് റൂമിന്റെ മൂലയിൽ റസൂലുള്ളാഹി കുടിക്കാനുള്ള വെള്ളം ചൂടാക്കുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തിളച്ച കലത്തിൽ തിളക്കുന്ന വെള്ളം എടുത്തിട്ട് ആ വാതിലിന്റെ പുറകിൽ തിളച്ച കലവുമായിട്ട് ഞാൻ കാത്തുനിന്നു. ഉമറങ്ങാനും റസൂലുള്ളാഹിനെ തൊട്ടാൽ ഈ തിളച്ച വെള്ളം മുഖത്തെ കൊടിക്കണമെന്ന് കരുതി തിളച്ച വെള്ളം നിറച്ച ചൂടുവെള്ളവുമായിട്ട് ഞാൻ കാത്തുനിന്നു. വാതിൽ തുറക്കപ്പെട്ടു. ചെകുത്താന്റെ കണ്ണുകളുമായി ഉമർ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലെത്തി. രണ്ട് കണ്ണുകൾ ഏറ്റുമുട്ടി. റിസാലത്തിന്റെ കണ്ണുകളും പൈശാചികതയുടെ കണ്ണുകളും തമ്മിൽ ഏറ്റുമുട്ടി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വിതുമ്പി കരഞ്ഞുകൊണ്ട് ഉമർ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കാട്ടാളൻ ഖലീഫയായി മാറിയ ലോകത്തിന്റെ അപൂർവമായ ചരിത്രമാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഒരൊറ്റ ആയത്ത് കേട്ടപ്പോ നാട് മുഴുവനും എഴുതിത്തള്ളിയ മനുഷ്യൻ മാറി. നമുക്ക് മാറ്റമുണ്ടോ? നമ്മൾ എത്ര ഖുർആൻ കേട്ടു, ഇപ്പൊ തന്നെ എത്ര ആയത്ത് കേട്ടു. ആരുടെങ്കിലും ഹൃദയത്തിൽ ഇറങ്ങുമോ? ഇറങ്ങൂല. ഖുർആൻ ഇറങ്ങേണ്ടത് എവിടെയാണ്? ഖുർആൻ ഇറങ്ങേണ്ടത് എവിടെയാണ്? ഹൃദയത്തിലാണ്. ചുണ്ട് കൊണ്ട് ഓതലല്ലോ, ഹൃദയത്തിലല്ലേ ഇറങ്ങേണ്ടത്. ഖുർആൻ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങാനാണ് ഖുർആൻ ഞാൻ തന്നത്. അലാ ഖൽബിക് ലിതകൂന മിനൽ മുൻദിരിൻ. അലാ ഖൽബിക്, അങ്ങയുടെ ഹൃദയത്തിൽ ഇറങ്ങണം. ഖുർആൻ നമ്മുടെ ഹൃദയത്തിൽ ഇറക്കി തരട്ടെ. സാംസ്കാരിക തകർച്ച അനുഭവപ്പെടുന്ന ലോകത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ഖുർആൻ ആരായി മാറിയെന്നറിയോ? 6-ാം നൂറ്റാണ്ടിലെ ജനങ്ങൾ ആരാണ്? അന്നത്തെ കാലഘട്ടത്തെ പറയുന്ന ഡാർക്ക് ഏജ് ആണ്. ഞാൻ അവിടുത്തെ ഒരാളെ കുറിച്ചാ പറഞ്ഞത്. അപ്പൊ ഖുർആൻ പഠിച്ചാൽ മനസ്സിന് മാനസാന്തരം ഉണ്ടാവും. അത് എത്ര നാട് മുഴുവൻ എഴുതിത്തള്ളിയവനാണെങ്കിലും ശരി, ഒരു നിമിഷമുള്ള തീരുമാനിച്ചാൽ ഖുർആൻ കേട്ടാൽ അവൻ മാറും. പക്ഷെ കേൾക്കേണ്ടത് പോലെ കേൾക്കണമെന്ന് മാത്രം. ആരായിരുന്നു 6-ാം നൂറ്റാണ്ടിലെ ജനത? ചരിത്രകാരന്മാര് പറയുന്നത് തന്നെ ആ കാലഘട്ടത്തെ ഡാർക്ക് ഏജ് എന്നാണ്, ഇരുണ്ട യുഗം. എന്തേ ഇരുണ്ട യുഗമായത്? 6-ാം നൂറ്റാണ്ടിനെ ഇരുണ്ട യുഗം എന്ന് വിളിക്കുന്നത് എന്താ? അവിടെ സൂര്യനൊന്നും ഉദിക്കാത്തത് കൊണ്ടാണോ? അന്ന് ചന്ദ്രന്റെ വെളിച്ചമില്ലാത്തത് കൊണ്ടാണോ? അല്ല, ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിന് വെളിച്ചമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഡാർക്ക് ഏജ് എന്ന് വിളിച്ചത്. ആ കാലഘട്ടത്തിലെ ആളുകൾ ഖുർആൻ കേട്ടപ്പോൾ ആരായി മാറി? മടിശീലയുടെ കനം കണ്ടിട്ട് നടന്നു പോകുന്നവന്റെ കഴുത്തിൽ കത്തിവെച്ച് മുറിച്ചെടുത്തിട്ട് മടിശീല കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന കൊള്ളക്കാരായി മാറിയെന്നറിയോ? ഖുർആൻ കേട്ടപ്പോ മടിശീലയുടെ വഴിപോക്കന്റെ മടിശീലയുടെ കനം കാണുമ്പോ ആ കനം കണ്ടിട്ട് കത്തി കഴുത്തിൽ വെച്ചിട്ട് അവന്റെ കഴുത്തിറത്തിട്ട് മടിശീല മൂട്ടിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ ഖുർആൻ കേട്ട് മാനസാന്തരം വന്നപ്പോ ഈ കൊള്ളക്കാർ, പകൽ കൊള്ളക്കാർ, പാതിരാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഫക്കീറിന്റെ വീട് അന്വേഷിച്ച് ഉറക്കം വിളച്ച് നടക്കാൻ തുടങ്ങി. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായ? എന്ത് ഉറങ്ങിക്കിടക്കണവനെ നോക്കിപ്പോണെന്ന് ഓട്ടിക്കാനാ? മടിശീല കൊള്ളയടിച്ച ആളുകൾ രാത്രിയിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ഉറങ്ങുന്നത് കാണാൻ വേണ്ടി അവർ കാത്തിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ മടിശീലയുടെ കനം നോക്കിയിട്ട് കഴുത്തറത്ത് കൊള്ളവെച്ച ആളുകൾ അവരായിരുന്നല്ലോ. കയ്യിലിരിക്കുന്ന വാളിന്റെ മൂർച്ചയേറിയാൻ അവർ വെട്ടിയിരുന്നത് കല്ലിലായിരുന്നില്ല. കയ്യിൽ കിടക്കുന്ന വാളിന്റെ മൂർച്ചയേറിയാൻ ആദ്യം കാണുന്നവന്റെ കഴുത്തിൽ വെട്ടി നോക്കിയ ആളുകൾ അതായിരുന്നു ഉമർ. ഉമറിന്റെ വാളിന്റെ മൂർച്ച നോക്കണം. നമ്മൾ സാധാരണ വാക്കത്തേക്ക് മൂർച്ച വെച്ചാൽ വാഴ വെട്ടി നോക്കും. ഉമർ അങ്ങനെയല്ല. വാളിന് മൂർച്ചയുണ്ടോ നോക്കാൻ ആദ്യം കാണുന്നവന്റെ കൈത്തണ്ടയിൽ വെട്ടി നോക്കും. മുറിഞ്ഞാൽ ഓക്കെ. അത്രയ്ക്ക് വലിയ വാടക ഗുണ്ടയായിരുന്നു ഉമർ, ഖത്താബിന്റെ മകൻ ഉമർ. പിന്നീട് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയി മാറി. ഇവര് രാത്രിയിൽ, ഈ കൊള്ളക്കാര് രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ. കാരണം എന്താണെന്നറിയാവോ? ഇപ്പൊ നമ്മൾ ഒരാൾക്ക് സദക്ക കൊടുത്താല് 100 ഒരാൾക്ക് കൊടുത്താൽ 100 പേരറിയും. നമ്മൾ കൊടുക്കുമ്പോ പേര് വിളിച്ചില്ലെങ്കിൽ അന്ന് തീർന്ന്. സെക്രട്ടറിയും പോക്ക്, പ്രസിഡന്റും പോക്ക്, എന്റെ പേര് മാത്രം പറഞ്ഞില്ല. ഇനി അങ്ങനെ വേണ്ടാന്ന് വിചാരിക്കുന്നത് തന്നെ 100 രൂപ ഒരാൾക്ക് കൊടുത്താൽ ഒന്നുകിൽ കൊടുക്കുന്ന ആളറിയും, അല്ലെങ്കിൽ വാങ്ങിക്കുന്ന ആളറിയും. 2 പേരറിയാതെ കൊടുക്കാൻ പറ്റുമോ?
ഇപ്പൊ ഞാൻ നമ്മുടെ സെക്രട്ടറി ഏതായാലും കബീർ ഉസ്താദ് വഅദ് കഴിഞ്ഞ് പോകുമ്പോ ഒരു 500 റുപ്യ കൊടുക്കണമെന്ന് തീരുമാനിക്കുണ്ടെങ്കിൽ തന്നാ മതി. നീയത്ത് വെക്കണതിന് കുഴപ്പമില്ലല്ലോ. എനിക്ക് അദ്ദേഹം തന്നാലും ഞാനും അറിയും, വാങ്ങിക്കുന്ന ആളും അറിയും. വാങ്ങിക്കുന്ന ഞാനറിയും, തന്ന അദ്ദേഹവും അറിയും. അവര് തീരുമാനിച്ചു, വാങ്ങിക്കുന്നവൻ പോലും അറിയാൻ പാടില്ല. രാത്രിയിൽ പാവങ്ങളായ ആളുകൾ കുടിലിൽ കിടന്നുറങ്ങുമ്പോ അവർ ഉറക്കമായി കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പോയി ആരും അറിയാതെ അവരുടെ കാലിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി സദക്കയുടെ പൈസ കൊടുത്തിട്ട് മാറിപ്പോകും. കൊടുത്തതാരാന്ന് അറിയാൻ പാടില്ല. കൊള്ളക്കാർക്ക് മാനസാന്തരം വന്നപ്പോ അങ്ങനെയായി മാറി. രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്നവൻ ഞാനാണ് കൊടുത്തതെന്നറിയാൻ പാടില്ല. ഉറങ്ങിക്കിടക്കുന്നവന്റെ തലയിണയുടെ താഴ്ഭാഗത്തും അവൻ കിടന്നുറങ്ങുന്നതിന്റെ ഭാഗത്തും സദക്കയുടെയും സക്കാത്തിന്റെയും പൈസ കൊടുത്തിട്ട് കൊടുത്തതാരാന്നറിയാൻ പോലും ഇഷ്ടപ്പെടാത്ത ആത്മീയതയുടെ സ്തൂപങ്ങളായി മാറി, ധവള ഗോപുരങ്ങളായി മാറി. ആ കാലഘട്ടത്തിൽ പള്ളിയിൽ ഫക്കീർമാര് കിടന്നുറങ്ങുമ്പോ ഒരാള് പള്ളിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് മിസ്കിമാരും ഫക്കീർമാരും പള്ളിയിൽ കിടന്നുറങ്ങും. ആളുകൾ വന്നിട്ട് ഈ കാട്ടാളന്മാര് ഖുർആൻ കേട്ടിട്ട് നല്ലവരായപ്പോ സക്കാത്തിന്റെ സദക്കയുടെ പൈസ കൊണ്ട് അവിടെ വെക്കും, പോകും. അതുകൊണ്ട് പള്ളിയിൽ അന്നത്തെ കാലഘട്ടത്തിൽ നാഗരികതയുടെ അടയാളമായിട്ട് പറയുന്നത് പള്ളിയിൽ കിടന്നുറങ്ങിയ ആളുകൾ ഉറക്കത്തിൽ എഴുന്നേറ്റാൽ ഉടനെ അവരുടെ മടിശീല തപ്പി നോക്കും, ആരെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോന്നറിയാൻ. അതൊരു സംസ്കാരത്തിന്റെ, ഒരു സിവിലൈസേഷൻ, ഒരു നാഗരികതയുടെ അടയാളമായി മാറി. പള്ളിയിൽ ഒരു നാഗരികത, കാട്ടാളന്മാർ നല്ലവരായപ്പോൾ ഉണ്ടായ ഒരു സാംസ്കാരിക ഉന്നമനം. പള്ളിയിൽ കിടന്നുറങ്ങുന്നവർ ഉറങ്ങി എഴുന്നേറ്റാലുടനെ മിസ്കീന്മാരായ ആളുകൾ മടിശീല തപ്പി നോക്കും, തലയണ പൊക്കി നോക്കും, ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ എന്നറിയാൻ. അത് ആ സംസ്കാരത്തിന്റെ അടയാളമായി മാറി. നമ്മളും അങ്ങനെയാണ്. പള്ളിയിൽ കിടന്നുറങ്ങിയാൽ എഴുന്നേറ്റ ഉടനെ നമ്മൾ മടിയിൽ തപ്പി നോക്കും, വെച്ചത് അവിടെ ഉണ്ടോ എന്നറിയാൻ. നമ്മൾ തപ്പുന്ന കാര്യത്തിൽ പറയില്ല, വെച്ചത് ഞാൻ വെച്ചോണ്ട് കിടന്നുറങ്ങിയതിനകത്തുണ്ടോന്നറിയാൻ വേണ്ടി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാഗരികതയുടെ അടയാളമായി മാറി ആ സമൂഹം മുഴുവനും ഖുർആൻ പഠിച്ചപ്പോൾ. രാക്ഷസന്മാരെയും പിശാചുക്കളെയും തോൽപ്പിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നവർ, അവർ മുഴുവനും ഏറ്റവും വലിയ മനുഷ്യനായി മാറി. അതിന്റെ ഒരേ ഒരു ചാലകശക്തി വേറൊന്നുമായിരുന്നില്ല, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഖുർആൻ